സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര. അവതരണം സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് SV, യോഗ ഇൻസ്ട്രക്ടർ, ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. എൻ്റെ പേര് സാദിഖ്, യോഗ ഇൻസ്ട്രക്ടർ, നാട് അന്ത്രൂത്താണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ആയുഷ് TD ഹോസ്പിറ്റൽ കവരത്തിയിലാണ്. ശലഭാസന എന്ന് പറയുന്ന ആസനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. നമ്മൾ ശലഭാസനം ചെയ്യുന്നത് നമ്മൾ കമിഞ്ഞു കിടക്കുന്നില്ലേ, അതുപോലെ കിടന്ന് ചെയ്യുന്നൊരു യോഗാസനമാണ്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ പുറം ഭാഗത്തുള്ളതും പിന്നെ അരക്കെട്ടിലെയും പിന്നെ കാലിലെയും പേശികളെ നമുക്ക് കുറച്ചുകൂടി ബലപ്പെടുത്താൻ അഥവാ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു ആസനം കൂടിയാണ് ശലഭാസന. അതാണ് മെയിൻ കാര്യം. നമ്മളെ പുറം ഭാഗത്തിൻ്റെയും പിന്നെ അരക്കെട്ടിൻ്റെയും പിന്നെ നമ്മളെ രണ്ട് കാലുകളുടെയും പേശികളുണ്ടല്ലോ, അതിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ആസനമാണ് ശലഭാസന. ചെയ്യേണ്ട വിധം നമ്മൾ വയറ് കുത്തി നേരെ കിടക്കുക, അഥവാ വയറ് കുത്തി നേരെ കിടക്കുക, കമിഴ്ന്ന് കിടക്കുക. ഒരു മാറ്റ് എപ്പോഴും നിർബന്ധമാണ്. ഒരു യോഗ മാറ്റ് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും. യോഗ മാറ്റിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലങ്ങളിൽ ഈ ആസനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഫാൻ ഒന്നും യൂസ് ചെയ്യാതെ യോഗ അഭ്യസിക്കുന്നതാണ് വളരെ നല്ലത്. നിങ്ങൾ ടൈറ്റ് ഡ്രസ്സൊക്കെ ഇടാതെ നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ആണ് ഇത് ചെയ്യേണ്ടത്. കൈകൾ രണ്ടും ശരീരത്തിൻ്റെ ഇരുവശത്തും വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. കമിഴ്ന്ന് കിടന്നുകൊണ്ട് കൈകൾ, നമ്മുടെ രണ്ട് കൈകളും ശരീരത്തിൻ്റെ വശങ്ങളിലോട്ട് രണ്ട് സൈഡിലോട്ടും മെല്ലെ പതുക്കെ വെക്കുക. താടി അല്ലെങ്കിൽ നെറ്റി, താടിയല്ലും അല്ലെങ്കിൽ നമ്മളെ ഫോർഹെഡ്, നെറ്റി നമ്മളെ മാറ്റിൽ സ്പർശിച്ച് വെക്കുക, അവിടെ മുട്ടിച്ച് വെക്കുക. പിന്നെ ശ്വാസം ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് രണ്ട് കൈകളും കഴിയുന്നത്ര ഉയർത്തുക. പിന്നെ സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ കുറച്ച് സമയം നിലനിർത്തുക. പിന്നെ വലതു കൈ വലതു തൈസിൻ്റെ തൈസ് എന്ന് പറഞ്ഞാൽ തുടയുടെ താഴേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെക്കാവുന്നതാണ്. പിന്നെ ഇടത് കൈ ഇടത് തുടയുടെ താഴോട്ട് വെക്കുക. പതുക്കെ രണ്ട് കാലുകളും ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ശ്വാസം പതുക്കെ എടുത്തുകൊണ്ട് രണ്ട് കാലുകളും ഒന്ന് ബലം കൂടാതെ തന്നെ പൊക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിയുന്നത്ര സ്ട്രെയിൻ കൂടാതെ പൊക്കുക. അവിടെ ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡെങ്കിലും നോർമൽ ബ്രീത്തിങ്ങിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. പതുക്കെ ഒരു ശ്വാസം വിട്ടുകൊണ്ട് പഴയ സ്ഥിതിയിലോട്ട് വന്ന് മകരാസന എന്ന് പറയുന്ന ഒരു ആസനാസുണ്ട്. അത് റിലാക്സിങ് പൊസിഷനാണ്. അത് ചെയ്യുന്നത് നമ്മൾ രണ്ട് കൈയും ഇൻ്റർലോക്ക് ചെയ്യുക. പതുക്കെ നമ്മളെ ഫോർഹെഡ് കയ്യിലോട്ട് വെക്കുക, കാലുകളൊന്ന് അകത്തി വെക്കുക. പതുക്കെ നമ്മൾ ചിരിച്ചു പിടിച്ചുകൊണ്ട് റെസ്റ്റ് ചെയ്യുക. ഇതാണ് ശലഭാസന ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒന്നാമതായിട്ട് നമ്മളെ നേരത്തെ പറഞ്ഞില്ല, പുറം ഭാഗത്തെ പേശികൾക്ക് നമുക്ക് ശക്തി നൽകാൻ പറ്റും. പിന്നെ നമ്മളെ അരക്കെട്ടിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പിന്നെ അതുപോലെ തന്നെ കാലുകളുടെയും തുടകളുടെയും പേശികൾക്ക് ബലം നൽകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആസനം കൂടിയാണ് ഈ ആസനം. പിന്നെ നമ്മളെ രൂപം അതൊന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി, ഫിഗർ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആസനം കൂടിയാണ് ഈ ആസനം. പിന്നെ ദഹനപ്രവർത്തനം ഉത്തേജിപ്പിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു ആസനമാണ് ശലഭാസന. ഇത്രയുമാണ് ശലഭാസനത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അടുത്ത ദിവസം അർദ്ധ ഉഷ്ട്രാസന ചെയ്യുന്ന രീതിയും അതുകൊണ്ടുള്ള ഗുണങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടുത്ത ദിവസം പറയാം. ഇത്രയും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര. അവതരിപ്പിച്ചത് സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് SV, യോഗ ഇൻസ്ട്രക്ടർ, ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി.